വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. NM വിജയന്റെ ഫോൺ ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന DCC നേതൃത്വത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും സാധ്യത കാണുന്നു. വിവരങ്ങളുമായി അനൂപ് KR ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനൂപ്, IC ബാലകൃഷ്ണനെതിരെ ഇന്നലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. 17 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ ഏതാണ്ട് 2.5 കോടിയോളം രൂപ ഇത്തരത്തിൽ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും പരാതികൾ IC ബാലകൃഷ്ണനെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്നത്തെ എന്തൊക്കെയാണ് അന്വേഷണ പുരോഗതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ? സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് വിധത്തിൽ പുരോഗമിക്കുന്നത്. ഇന്ന് NM തോമസിന്റെ NM വിജയന്റെ ഫോൺ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ നടത്തുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഫോൺ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള ചില രേഖകൾ കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പഴയ വായ്പകളും മറ്റുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തികമായ പ്രതിസന്ധി NM വിജയന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് പ്രാഥമിക വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെല്ലാം പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ചിരുന്നു. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ബത്തേരി ഡിവൈഎസ്പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയും ബന്ധപ്പെട്ട ഡയറികളും മറ്റും ശേഖരിക്കുകയും ചെയ്തു. ഈ ഡയറിയിൽ നിന്നാണ് ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചത്, പോലീസിന് ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതോടൊപ്പം ഈ ഫോണുമായി മറ്റും ബന്ധമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഫോൺ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള പരിശോധനകൾ ആവശ്യമായി വന്നാൽ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഇപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അത്തരം രേഖകളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും അന്വേഷണം ആ വിധത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടി പണമിടപാടുകൾ സംബന്ധിച്ച് പുറത്തു വന്നത്. അത്തരം സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അതാണ് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം ഐസക് താമരച്ചാലിൽ എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഈ വിധത്തിൽ തന്റെ പക്കൽ നിന്നും പണം DCC നേതാക്കൾ വാങ്ങിയിട്ടുണ്ട്, IC ബാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കുക എന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ വിധത്തിലുള്ള അന്വേഷണവും പോലീസ് നടത്തുകയാണ്. കൂടുതൽ പേർ പരാതികളുമായി എത്താനുള്ള സാധ്യതയും കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. എന്നാൽ ഈ നിയമനം സംബന്ധിച്ചാണ് ഈ പണം നൽകിയത് എന്നുള്ളതിനാൽ പലരും അത്തരം വെളിപ്പെടുത്തലുകൾ പരസ്യമായി പറയുന്നില്ല. അവരെല്ലാം എന്നാൽ മറ്റു പല രീതിയിൽ ഈ വിധത്തിൽ പരാതികളായി നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്നാൽ അവർ ഈ വിധത്തിൽ ഓൺ റെക്കോർഡ് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അതാണ് അനൂപ് അതാണ് കാരണം ഈ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുക. അത് മാത്രമല്ല, ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള എഴുത്തുകൾ, ആത്മഹത്യാക്കുറിപ്പ് എന്ന രീതിയിലൊരു എഴുത്ത് വേണമെന്നില്ലെങ്കിൽ പോലും ഈ മുൻകാലങ്ങളിൽ പാർട്ടി നേതൃത്വത്തോട് അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം അടങ്ങുന്ന പല വിധത്തിലുള്ള കത്തുകളും എഴുത്തുകുത്തുകളും ഉണ്ട് വിജയൻ്റെതായ. അതൊക്കെ കണ്ടെടുക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത്, അല്ലേ? അത് തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ള കാര്യം. എന്നാൽ ഈ പലതിലും ഇത്തരത്തിൽ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. പണമിടപാടുകൾ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ മൊഴികൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും ബന്ധുക്കാരുടെയും അതോടൊപ്പം കുടുംബാംഗങ്ങളുടെയും അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും ഉൾപ്പെടെ മൊഴികൾ ശേഖരിച്ചിരുന്നു. ഇനി പോലീസിൽ ചെയ്യാനുള്ളത് ഈ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ അല്ലെങ്കിൽ പരാമർശങ്ങളിൽ പേരുകളുള്ള ഇടപാടുകൾ നടത്തിയ ഉദ്യോഗാർത്ഥികളോ അവരുടെ ബന്ധുക്കളോ മാതാപിതാക്കളോ ആണ്. അവരിൽ നിന്നും കൂടി മൊഴികൾ ശേഖരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദം ഈ അവസാന കാലഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ NM വിജയന് മേൽ പണം ആവശ്യപ്പെട്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ടാണ് ഈ മൊഴിയെടുക്കൽ ഇന്ന് നടക്കുക എന്നും പോലീസ് പറയുന്നു. NM വിജയന്റെ സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നതാണ്. വലിയ തോതിൽ പണമിടപാട് നേതാക്കൾ നടത്തി അതിൽ ഇടനിലക്കാരനായിരുന്നു അദ്ദേഹം എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ രേഖകൾ. അത് സംബന്ധിച്ചുള്ള ഉടമ്പടി കരാർ രേഖകളെല്ലാം പുറത്തു വന്നു. പിന്നീട് വെളിപ്പെടുത്തലുകൾ വന്നു. വെളിപ്പെടുത്തലുകളിലെല്ലാം NM വിജയൻ ഉൾപ്പെടെയുള്ള ബത്തേരിയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതും വന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദമായ മൊഴിയെടുപ്പ് പോലീസ് ഇന്ന് ഏതായാലും നടത്തുക. തീർച്ചയായും ഇന്നിപ്പോൾ ഈ ഫോൺ രേഖകൾ പരിശോധിക്കുന്ന ഇത് സൈബർ വിങ് ആയിരിക്കും. സ്വാഭാവികമായും അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ആദ്യം അനൂപ് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് തന്നെ അതുണ്ടാകും, അല്ലേ? ഇന്നലെയാണ് അതിന്റെ ഫോൺ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഈ ഡിജിറ്റൽ ഡിവൈസുകൾ
പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്, പോലീസ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വേണ്ടി എടുത്തത്. അത് പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഈ കേസിന് ആസ്പദമാക്കിയുള്ള വിവരങ്ങൾ ഏതായാലും പ്രാഥമിക പരിശോധനയിലില്ല. അതായത് ഏതെങ്കിലും കോൾ റെക്കോർഡുകളോ മറ്റോ പ്രത്യക്ഷത്തിൽ ഫോണുകളിൽ നിന്ന് കണ്ടെടുക്കാവുന്ന വിവരങ്ങൾ സംബന്ധിച്ചാണിത്. അത്തരം കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്ത ഫോൺ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ കോൾ റെക്കോർഡ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോലീസിൽ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് വിദഗ്ധ പരിശോധന, സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന പോലീസ് ഏതായാലും നടത്തുക. ഒരു ഫോണാണ് ഉള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കേന്ദ്രീകരിച്ചായിരിക്കും ഈ വിധത്തിലുള്ള അന്വേഷണങ്ങൾ സൈബർ വിദഗ്ധരെ കൊണ്ട് നടപ്പാക്കുക അല്ലെങ്കിൽ ചെയ്യുക. ശരി, അനൂപ് കെ ആർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്.